മുടിയില്ലേ ഒത്തില്ല അയ്യോ പാളി കയ്യിൽ നിന്ന് പോയി ഒന്നുമില്ല ഒന്നും പറയാനില്ല മുടിയില്ലേ ഒത്തില്ല പണി പാളി എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയില്ല കേട്ടോ. കാരണം മാനാട് മങ്കാത്തേക്ക് എടുത്ത ചാള് ഇങ്ങനത്തെ പടം ലൈക്ക് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് മാസ് സീൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ബീജം എന്ന് പറഞ്ഞൊരു സാധനം ഇത് ആരാണോ അത് മ്യൂസിക് ചെയ്തത് ഒരു ഫീല് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു മാസ് ഫീല് സീൻസിലുണ്ടായിരുന്നു. കുറച്ചുകൂടി ഇമ്പാക്ട് ചെയ്തായിരുന്നെങ്കിൽ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ക്ലാപ്പ് വർത്തി മൊമെന്റ്സ് ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ കോമഡി ആയിരുന്നു. മറ്റേ നമ്മുടെ അഴകിയ തമിഴ് മകനെ പോലെ അങ്ങനത്തെ കുറച്ച് സീൻസ് ഉണ്ട്. ബാഡ് വില്ലൻ വേഴ്സസ് ഗുഡ് വില്ലൻ, പിന്നെ 2-3 ക്യാമിയോസ് ഉണ്ട്. ജസ്റ്റ് ഒരു ഫൺ വാച്ചിൽ വേണേ ഒന്ന് കാണാം, അല്ലാതെ ഞാൻ വെറുതെ പറയില്ല. സത്യം പഴയ DAGയിൽ എനിക്ക് തോന്നുന്നു ചില സീൻസിൽ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ ചില സീൻസിൽ അട്ടർ ബോറായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പഴയ വിജയകാന്തിൻ്റെ ഒരു ഇതുപോലെ ഇതുണ്ട്. അതും മൊത്തത്തിൽ എനിക്ക് ആക്ച്വലി കയ്യിൽ പോയി. എനിക്ക് ഡബിൾ റോളിലാണെങ്കിലും നന്നായി പെർഫോം ചെയ്തു. ആവശ്യമില്ലാതെ കൂടുതലും പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും പറയുന്നില്ല. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കുറേ സീൻസ് ഉണ്ട്. ഇപ്പോൾ ധോണി അവർക്ക് വേറെ ഒന്നും എനിക്ക് എല്ലാ ഫാൻസിനെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു മേക്കിംഗ് ആണോ പടം? അത് 2-3 ക്യാമിയോസൊക്കെ ഉണ്ട്. പടം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ അറിയില്ല. എനിക്കൊട്ടും വർക്കൗട്ടായില്ല. പടം രാവിലെ എഴുന്നേറ്റ് വന്ന് 4 മണിക്ക് കണ്ട ഒരു ഷോ ആണ്. അപ്പം വിജയ് ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. ഞാൻ ഭയങ്കര വിജയ് ഫാൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ വിജയുടെ ഭയങ്കര ഉള്ളിൽ നിൽക്കുക തുപ്പാക്കിയൊക്കെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് വൺ ഡേ വാച്ചബിളായിട്ടാണ് പടം ഫീൽ ചെയ്തത്. പിന്നെ ചെന്നൈ റിലീസ് ഭയങ്കര ഓളോ ഒച്ചപ്പെടുമ്പോഴോ. കാരണം ചെന്നൈക്കുള്ള എല്ലാ സാധനവും വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. CSK ഉണ്ട്, ധോണിയുണ്ട്, പിന്നെ പാസും ഉണ്ട്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. പിന്നെ വിജയ് പാസ്സൊക്കെ വിട്ട് കളിക്കേണ്ട സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. കാരണം പടങ്ങളിൽ വിജയുടെ എല്ലാ ഐറ്റം മിക്സ്ഡ് ഉണ്ട്. പിന്നെ ഡി ഏജ്ഡ് മീൻസ് പഴയ വിജയെ കാണിച്ചേക്കുന്നൊക്കെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ആ റോള് കണ്ടിന്യൂസ്ലി ഉണ്ട്. പിന്നെ പ്രഭുദേവ, സ്നേഹ, പിന്നെ ഒരു ഐറ്റം ഡാൻസിലൊക്കെ തൃശ്ശ വരുന്നുണ്ട്. തൃശ്ശനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ക്ലൈമാക്സിലൊരു തമിഴിലെ മെയിൻ ഒരു ആക്ടർ നമ്മുടെ ജയിലർ മോഹൻലാലൊക്കെ വന്നിട്ടൊരു ഐറ്റം ടീം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് പടം വാല്യൂ ആണ്. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് പടം ഫീൽ ചെയ്തു. വിജയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആസ് യൂഷ്വൽ പെർഫോമൻസ്. അല്ലാതെ ഈ പടത്തിൽ വിജയ് തകർത്തുന്നല്ല, വിജയ് വലിയ വെറൈറ്റി എന്ന് പറയുന്നില്ല. ആസ് യൂഷ്വൽ വിജയുടെ എല്ലാ പടങ്ങളിലും ഒരു പെർഫോമൻസ് തന്നെയാണ്. ഈ ഒരു സിനിമയുടെ പേര് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിന് ഉചിതമായ പേരാണെന്ന് തോന്നി? അല്ല, എനിക്ക് തോന്നുന്നില്ല. ഇത് എന്തിനാ അത്ര തിയേറ്ററുള്ള പേര് ഇതിൽ ഈ പേരിട്ടേക്ക് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് ലിയോ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പോലെ ഒരു ഫീല്. ഔട്ട് ഓഫ് 5 എത്ര റേറ്റ് ചെയ്യും? ഔട്ട് ഓഫ് 5 മാക്സിമം 3.5. വിജയ് ഫാൻസിന് വന്ന് കാണാൻ പറ്റിയൊരു പടമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.